തിരുവനന്തപുരം മുതലപ്പൊഴി അഴിമുഖത്ത് ശക്തമായ തിരയിൽപ്പെട്ട വള്ളം മറിഞ്ഞ് കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായി അന്വേഷണം തുടരുകയാണ്. അഞ്ചുതെങ്ങ് സ്വദേശികളായ ശ്രീജിത്ത്, ശ്രീമോൻ എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി കാണാതായത്. അഞ്ചുതെങ്ങ് സ്വദേശി ജോസിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. അപകട സമയത്ത് വള്ളത്തിൽ 4 പേരാണ് ഉണ്ടായിരുന്നത്. രക്ഷാപ്രവർത്തനം ഇഴഞ്ഞതിൽ പ്രതിഷേധവുമായി കാണാതായവരുടെ ബന്ധുക്കൾ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെത്തി പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. ഗോകുൽനാഥ് കൂടുതൽ വിവരങ്ങൾ നൽകും. മുതലപ്പൊഴി അഴിമുഖത്ത് ശക്തമായ തിരയിൽപ്പെട്ട് വള്ളം മറിഞ്ഞാണ് 2 മത്സ്യത്തൊഴിലാളികളെ കഴിഞ്ഞ ദിവസം രാത്രിയോടെ കാണാതാകുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത്. അഞ്ചുതെങ്ങ് സ്വദേശികളായിട്ടുള്ള 28 വയസ്സുള്ള ശ്രീജിത്ത്, 25 വയസ്സുള്ള ശ്രീമോൻ എന്നിവരെയാണ് കാണാതായിട്ടുള്ളത്. ഈ അപകടത്തിൽപ്പെട്ട വള്ളം അഞ്ചുതെങ്ങ് സ്വദേശിയായിട്ടുള്ള ജോസിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. അപകട സമയത്ത് വള്ളത്തിൽ 4 പേരുണ്ടായിരുന്നു. ഇവരെയെല്ലാം മറ്റ് മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെടുത്തിയെങ്കിലും ഈ 2 പേർ തിരയിൽപ്പെടുകയായിരുന്നു എന്നുള്ളതാണ്. ഇവരെ കണ്ടെത്തുന്നതിനായിട്ടുള്ള കാര്യക്ഷമമായിട്ടുള്ള രക്ഷാപ്രവർത്തനം അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് ആരോപിച്ചുകൊണ്ട് ബന്ധുക്കൾ അടക്കമുള്ളവർ മുതലപ്പൊഴി കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് മുൻപിൽ പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന ഒരു സംഭവ വികാസം കൂടി ഇന്നുണ്ടായി. അതിനുശേഷം മാത്രമാണ് തിരച്ചിൽ ഊർജിതമാക്കിയെന്നുള്ളൊരു ആക്ഷേപവും നിലവിലുണ്ടെന്നുള്ളതാണ്. വൈകിട്ടോടുകൂടിയാണ് കോസ്റ്റൽ പോലീസിന്റെ തിരച്ചിൽ കപ്പൽ ഇതിനായിട്ട് ഇറങ്ങുന്നത്. ശക്തമായ തിരമാലയും കാറ്റും വെളിച്ചക്കുറവും ഉണ്ടായിരുന്നാൽ തന്നെ രാത്രിയിൽ തിരച്ചിൽ കാര്യക്ഷമമായി നടത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ഈ കോസ്റ്റൽ പോലീസും അതേപോലെ തന്നെ ഈ തിരച്ചിൽ ഇറങ്ങിയവരും ഒക്കെ പറയുന്നത്. കാറ്റും വെളിച്ചക്കുറവും ഉണ്ടായിരുന്നാൽ തന്നെ രാത്രി തിരച്ചിൽ കാര്യക്ഷമമായി നടത്താൻ പൂർണ്ണ തോതിൽ പറ്റിയിരുന്നില്ല എന്നുള്ളതാണ് കോസ്റ്റൽ പോലീസിന്റെയും വാദം. ചിറയൻകീഴ് മേഖലയിലെ ജനപ്രതിനിധികൾ അതേപോലെ തന്നെ രമ്യ ഹരിദാസ് MLA, മന്ത്രി CP ജോൺ തുടങ്ങിയവർ സ്ഥലത്തെത്തുകയും തുടർന്ന് ഈ പ്രതിഷേധക്കാരുമായിട്ടൊക്കെ സംസാരിക്കുകയും ചെയ്തു. മുതലപ്പൊഴിയിൽ ആഞ്ഞടിക്കുന്ന കൂറ്റൻ തിരമാലകളും കടലിലെ മണൽക്കൂനകളും ഒക്കെ കരിങ്കല്ലും ഇതുവരെ കവർന്നത് 78ഓളം മത്സ്യത്തൊഴിലാളികളുടെ ജീവനാണെന്നുള്ളതാണ്. ട്രോളിംഗ് നിരോധനം നീങ്ങി ഏകദേശം മത്സ്യബന്ധനം സജീവമായി തുടങ്ങുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ ദുരന്തം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ കോസ്റ്റൽ പോലീസ് ഇപ്പോൾ നിലവിൽ ഈ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനായി പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള പ്രത്യേക സജ്ജീകരണങ്ങളുള്ള കപ്പലിലാണ് ഈ തിരച്ചിൽ മുന്നോട്ട് പോകുന്നത്. ശരി.